എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 39-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ തതോ ഭവതുപാസകോ ഝടിതി മൃത്യുപാശാദിവ പ്രമുച്യ തരസൈവ സാ സമതിരൂഢരൂപാന്തരാ അധസ്ഥലമജഗ്മുഷീ വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോഗതാ കില വിഹായ സാദിദ്യുതേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. തഥാ എന്നാൽ അപ്പോൾ, ഭവതുപാസക അങ്ങയുടെ ഉപാസകൻ, ഝടിതി പെട്ടെന്ന്, മൃത്യുപാശാത് ഇവ മരണപാശത്തിൽ നിന്നെന്ന പോലെ, പ്രമുച്യ തെറിച്ച്, തരസാ ഏവ ഉടനെ തന്നെ, സാ ആ കംസന്റെ, സമധിരൂഢ രൂപാന്തര വേറെ രൂപം, അതായത് ആ കന്യക മായാദേവിയുടെ രൂപം ധരിച്ച്, അധസ്ഥലം അജഗന്മുഷി കംസന്റെ കയ്യിൽ നിന്ന് അടിക്കാൻ ഓങ്ങിയപ്പോൾ താഴോട്ട് വരാതെ, വികസദഷ്ടബാഹു 8 കൈകളോടു കൂടിയവളായി, മാത്രമല്ല ആ കൈകളിൽ സ്ഫുരൻ മഹായുധം ഉജ്ജ്വലിക്കുന്ന മഹായുധങ്ങൾ ധരിച്ചിരുന്നു. അഹോ അത്ഭുതം തന്നെ. ഗതാ കില വിഹായ സാദിദ്യുതേ ആകാശത്തേക്കുയർന്നു പൊങ്ങി ശോഭിച്ച് സ്ഥിതി ചെയ്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അങ്ങയെ ഉപാസിക്കുന്നവർ മരണപാശത്തിൽ നിന്നു മോചിതരാകുന്നതുപോലെ കന്യകാരൂപം ധരിച്ച മായാദേവി പെട്ടെന്ന് ദിവ്യരൂപം ധരിച്ച് കംസന്റെ കൈകളിൽ നിന്ന് വഴുതി മേലോട്ടുയരുകയും കാന്തിയേറിയ 8 കരങ്ങളിൽ ഉജ്ജ്വലിക്കുന്ന മഹായുധങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുകയും ചെയ്തു. ഹരേ കൃഷ്ണ.